MG പ്രതീക്ഷയിലേക്കാണ്. തിരുവനന്തപുരത്ത് ആർ ശ്രീലേഖ വി കെ പ്രശാന്ത് MLA നേർക്കുനേർ. ആദ്യം ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ആദ്യം പോകുന്നു. പ്രശാന്ത്, ഈ പറഞ്ഞതുപോലെ MG പ്രതീക്ഷ ഇപ്പോഴുള്ള ഒരു പുതിയ രാഷ്ട്രീയ തർക്കത്തിലേക്ക് പോലും ഈ കാര്യങ്ങൾ നീങ്ങുകയാണ്. ആർ ശ്രീലേഖയും വി കെ പ്രശാന്ത് MLAയും തമ്മിലുള്ള പോര്. ഈ പറഞ്ഞതുപോലെ MLA ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആർ ശ്രീലേഖ ഇപ്പോൾ തന്നെ വി കെ പ്രശാന്തിനെ സമീപിച്ചിരിക്കുന്നു. സുഹൈൽ, തീർച്ചയായും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം BJP പിടിച്ചതിന് പിന്നാലെ MLA വേഴ്സസ് കൗൺസിലർ എന്നുള്ള ഒരു തർക്കത്തിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കോർപ്പറേഷന്റെ ഓഫീസിലാണ് കഴിഞ്ഞ 10 വർഷമായി വി കെ പ്രശാന്ത് MLAയുടെ ഓഫീസും അതുപോലെ തന്നെ ശാസ്തമംഗലത്തെ കൗൺസിലർ ഓഫീസും പ്രവർത്തിക്കുന്നത്. ഇന്നലെയാണ് ഈ ശ്രീലേഖ വി കെ പ്രശാന്തിനെ ഫോണിൽ നേരിട്ട് വിളിക്കുകയും MLA ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. തന്റെ ഓഫീസ് കൂടുതൽ വിപുലപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യമാണ് ശ്രീലേഖ മുന്നോട്ട് വച്ചത്. പക്ഷേ കൗൺസിൽ തീരുമാനപ്രകാരമായിരുന്നു MLA ഓഫീസ് ആ കെട്ടിടത്തിൽ വാടകയ്ക്ക് എടുത്തതും പ്രവർത്തിച്ചു വന്നിരുന്നതും. മാർച്ച് വരെയുള്ള വാടക കുടിശ്ശിക നൽകിയിട്ടുണ്ട് എന്നും ഒഴിയാൻ കഴിയില്ല എന്നുമുള്ള നിലപാടാണ് വി കെ പ്രശാന്ത് അറിയിച്ചിട്ടുള്ളത്. ഈ കൗൺസിലിൽ ഇപ്പോൾ നിലവിൽ ഭൂരിപക്ഷം BJPക്ക് ആയതുകൊണ്ട് തന്നെ ഇനി ഇതിൽ തുടർ നടപടി കോർപ്പറേഷൻ എന്ത് സ്വീകരിക്കുമെന്നതാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം. വട്ടിയൂർക്കാവിലേക്ക് വി കെ പ്രശാന്തിന്റെ മണ്ഡലമായ വട്ടിയൂർക്കാവിലേക്ക് ഉൾപ്പെടെ ആർ ശ്രീലേഖയെ പരിഗണിക്കുമെന്ന വാർത്തകൾ പുറത്തുവരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ MLAയും ഒരു കൗൺസിലർ കൂടിയായ ആർ ശ്രീലേഖയും തമ്മിലൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൗൺസിലായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. കൗൺസിലിൽ BJPക്ക് മുൻതൂക്കം ഉള്ളത് കൊണ്ട് തന്നെ അത് ആർ ശ്രീലേഖയ്ക്ക് അനുകൂലമായി വരാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ തിരുത്തൽ നടപടികളിലേക്ക് CPM കടക്കുകയാണ്. സംസ്ഥാന സമിതി യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഈ പ്രാദേശിക തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഈ ഭരണവിരുദ്ധ വികാരം പ്രകടമായി എന്നുള്ള ഒരു വികാരം CPMലുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഉൾപ്പെടെ ഈ പ്രാദേശിക സർക്കാരുകൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചു എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അക്കാര്യത്തിൽ ഉൾപ്പെടെ ഒരു തുടർ നടപടികളും തുടർ ചർച്ചകളും ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ നടക്കും. ഒപ്പം സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തതിലും ഒരു തിരിച്ചടി ഉണ്ടായി എന്നുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വരുന്നുണ്ട്. അക്കാര്യത്തിൽ ഉൾപ്പെടെ തുടർ ചർച്ചകൾ സംസ്ഥാന സമിതി യോഗത്തിൽ നടക്കും. അതിനൊപ്പം തന്നെ അടിയന്തര LDF നേതൃയോഗവും ഇന്ന് നടക്കുന്നുണ്ട്. അതാ ഈ തിരഞ്ഞെടുപ്പിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്രവിരുദ്ധ സമരങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ കൂടി ഭാഗമായാണ് LDF നേതൃയോഗം ചേരുന്നത്. സമരങ്ങൾ ഏത് തരത്തിൽ വേണം, എവിടെ ഒരു സമര കേന്ദ്രങ്ങളാകണം എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്ന് ചേരുന്ന LDF നേതൃയോഗം തീരുമാനമെടുക്കും. സുഹൈൽ, MG പ്രതീക്ഷയാണ് ആ മേഖലയിലെ ഇന്ന് സംഭവിക്കാനിടയുള്ള വാർത്തകളുടെ സമഗ്ര വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.